വണ്ടി കണ്ടിട്ട് വന്നിരിക്കുന്നത് ഒരു പെണ്ണാന്നാ തോന്നുന്നത്. അതെങ്ങനെ നിനക്കറിയാ? ഇത് പെണ്ണുങ്ങൾ ഓടിക്കുന്ന സ്കൂട്ടിയല്ലേ, അപ്പൊ വന്നിരിക്കുന്ന പെണ്ണായിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്. പെണ്ണുങ്ങൾ മാത്രമാണ് ഇങ്ങനത്തെ വണ്ടി ഓടിക്കുന്നേ, ആണുങ്ങൾ ഓടിക്കും. എനിക്ക് തോന്നുന്നില്ല ഈ വന്നത് പെണ്ണ് തന്നെയാ. അല്ലെങ്കിൽ നീ കണ്ടോ? നിരഞ്ജ, കാശി, എന്താ രണ്ടുപേരും ഇവിടെ ചെയ്യുന്നേ? ഏയ് ഒന്നുമില്ലെങ്കിൽ ഞങ്ങളവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇറങ്ങിയതാ. ഓ ആണോ, എന്നാ അകത്തേക്ക് വാ. ആ ശരി അങ്കിൾ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ സൈക്കോളജിക്കൽ മൂവ്. ഒന്നും മിണ്ടാതിരിയടാ. ഇനി അത് കേട്ട അങ്കിൾ എന്താണെന്ന് ചോദിക്കും. പറയാൻ വല്ല മറുപടി ഉണ്ടോ? രണ്ടുപേരും അവിടെ നിന്ന് സ്വകാര്യം പറയാതെ വാടോ. ആ ഇതാ വരുന്നേ. അല്ല, ആരാ അങ്കിൾ വന്നിരിക്കുന്നേ? പുറത്തൊരു വണ്ടി നിൽക്കുന്നുണ്ടല്ലോ. അതെന്റെ പെങ്ങടെ മോളാ, എൻ്റെ ഭാര്യയുടെ ആങ്ങളെയാ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കല്യാണം. ഓ നൈസ്. ആ പിന്നെ മക്കളെ, നാളെ നിങ്ങൾക്ക് ഇങ്ങോട്ട് താമസം മാറാട്ടോ. ഇന്ന് റൂം ശരിയാക്കും. വേണ്ടിയിരുന്നില്ല, അവിടെ തന്നെ താമസിക്കായിരുന്നല്ലോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഏയ് എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നോ? അല്ല അങ്കിൾ, വാടകയ്ക്ക് താമസിക്കാൻ ആരൊക്കെയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അവരെയൊന്നും കണ്ടില്ല. ഞാനും അത് ചിന്തിച്ചു. 2-3 പേര് വരുന്നു പറഞ്ഞിരുന്നു. അവരുടെ അഡ്രസ്സൊന്നും കാണുന്നില്ല. ആരവരെ കൊണ്ടുവരുന്നേ? വിനയൻ, ഇവിടെ അടുത്തുള്ളത് തന്നെയാ. ഫാമിലിയാണോ വരുന്നത്? അല്ല, ജോലി ചെയ്യുന്ന 2-3 പയ്യന്മാരാ. ജോലി എന്താണെന്നൊന്നും പറഞ്ഞില്ല. നിരഞ്ജ, നമുക്ക് പണിയാവും. ഞാനും അത് തന്നെ ആലോചിച്ചത്. എന്താ രണ്ടുപേരും സ്വകാര്യം പറയുന്നേ? ഏയ് ഒന്നുമില്ല അങ്കിൾ. നീയല്ലേടി പറഞ്ഞ നിന്റെ വീട്ടിൽ സ്കൂട്ടിയില്ലാന്ന്? പിന്നെ ഇതെന്താ കുതിര വണ്ടിയോ? പോടി അവിടുന്ന്. ഇതെന്റെ വീട്ടിലെ വണ്ടിയൊന്നല്ല. ഇങ്ങോട്ട് ആരെങ്കിലും വന്നതാവും. ആരാണെന്ന് ഇങ്ങനെ എനിക്കറിയോ? പോയി നോക്കിയാലല്ലേ അറിയോ? വാ. അപ്പൊ നിങ്ങളുടെ ഓഫീസിൽ ഇപ്പം ആരാ ഉള്ളത്? അവിടെ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്. അവനെ ഇപ്പം എല്ലാം നോക്കി നടത്തുന്നത്. അവനുള്ള ധൈര്യത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. നല്ലൊരു ഫ്രണ്ടിനെ കിട്ടാനും ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാ. അല്ല, ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോഴാ ആ പെണ്ണ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഏത് പെണ്ണിന്റെ കാര്യം അങ്കിൾ പറയുന്നേ? മയൂരി. അവളുടെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് പോയതാ. ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഓ ആണോ? ഞങ്ങൾ പോയി നോക്കണോ? ഏയ് വേണ്ട വേണ്ട, എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവും. അവസാനം ഇങ്ങോട്ട് തന്നെ എത്തും. ഇപ്പോൾ വരുന്നുണ്ടാവും. എത്തിയല്ലോ. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. എവിടെയായിരുന്നു ഇത്ര നേരം? അതൊന്നും പറയണ്ട എൻ്റെ അച്ഛാ. ഇവൾക്ക് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞൊരു കടയിൽ കയറി. അവിടുന്ന് സാധനം വാങ്ങി ഇറങ്ങിയപ്പോഴാണ് ഇവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ്. വിശപ്പ് മാറ്റി വന്നപ്പോൾ ഇവൾക്ക് വേറെന്തോ സാധനം വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം കറങ്ങി ഞങ്ങളിതാ. മതി മതി. അല്ല, നന്ദുമോൾ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഡി നന്ദു, ആ അതേപോലെ ഉണ്ട്. ഏതുപോലെ? എന്താടി ഇവള് പറയുന്നേ? അത് പിന്നെ ഇവള് വരുമ്പോൾ 2-3 ഡയറി മിൽക്ക് കഴിച്ചിരുന്നു. അതിന്റെ മപ്പ് കയറിയതായിരിക്കും. വീട്ടിൽ നന്ദു. അതെ, നമുക്ക് അകത്തേക്ക് പോയാലോ? മതി, ഓവറാക്കണ്ട. വാ പോവാം. ഡയറി മിൽക്ക് കഴിച്ച കിറുങ്ങോ? അതങ്കിൾ മധുരല്ലേ, അത് കള്ള് കുടിക്കുന്ന പോലെ തന്നെയാ. മധുരം ഓവറായ കുറച്ച് കിറുക്കുണ്ടാവും. ഓ അത് ശരി. നിന്റെ നാക്കിന് ഞാൻ ശൂലം കുത്തും. ഇങ്ങനെ ഓരോ പൊട്ടത്തരം പറയും. അച്ഛൻ എന്തായാലും വിചാരിച്ചിരിക്കുന്നത് നിനക്ക് വട്ടാണെന്നാ. ഷടാ എടി, ഞാൻ അയാളെ കണ്ട് ഷോക്കായതാ. അതെനിക്ക് മനസ്സിലായി. പക്ഷേ അച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ. എന്തൊരു കറക്റ്റ് ആടി അവര്. അതേ മോന്ത. അത് തന്നെയല്ലേ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. തലയും വാലും എത്തിയോ? എവിടെയായിരുന്നു ഇത്ര നേരം? ഏട്ടൻ വിളിച്ചപ്പോൾ ചോദിച്ചു. എന്നിട്ടെന്താ പറഞ്ഞേ? നീ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. വന്നാൽ കിട്ടിക്കോളും. എന്താ മധു ചേച്ചി, ഇങ്ങനെ ചതിക്കരുത് കേട്ടോ. അത് ചതിയൊന്നുമല്ല, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. അഥവാ നീ ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറയാണ് നിനക്ക് ഫോൺ തരാൻ പറഞ്ഞ ഞാൻ പെടും. ഏട്ടനെ നല്ല പേടിയാണെന്ന് തോന്നുന്നു. മിണ്ടണ്ട നീ. എല്ലാത്തിനും കാരണം നീയാ. അവളുടെ ഒരു മാങ്ങാത്തൊലി അല്ലല്ലോ, ലിപ്സ്റ്റിക് അല്ലേ. എന്ത് മാങ്ങാത്തൊലിയെങ്കിലും ആവട്ടെ. നീ ഒന്ന് വരുന്നുട്ടോ. ദേ പിന്നെ മാങ്ങാത്തൊലി. ഈ പെണ്ണിനെയും കൊണ്ട് ഞാൻ തോറ്റു. ഈ മഞ്ചേച്ചി എവിടെയാ? ഇന്ന് കണ്ടിട്ടില്ലല്ലോ. നിധി ചേച്ചിയോ? ഇതെപ്പോഴാ വന്നേ?
ഓ, പുറത്ത് കിടക്കുന്നത് ചേച്ചിയുടെ വണ്ടിയാണല്ലേ. ഞാൻ വന്നിട്ടൊക്കെ കുറച്ചു നേരമായി. നീ എൻ്റെ വണ്ടി എന്താ ആദ്യമായിട്ട് കാണാ? ഇതെന്തു പറ്റി? നല്ല ദേഷ്യത്തിലാണല്ലോ. മനുഷ്യനല്ലേ, ദേഷ്യമൊക്കെ വരും. പക്ഷെ എൻ്റെ നിധി ചേച്ചിക്ക് ഇങ്ങനെ ദേഷ്യം വരാറില്ല. അതെങ്ങനെ നിനക്കറിയാം? എനിക്ക് ദേഷ്യമൊക്കെ വരും. മോളെ മായേ, ദേഷ്യമില്ലാത്ത നിധി നിനക്കറിയാവുന്ന നിധി. പക്ഷേ ഇപ്പം കാണുന്നത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിധിയാ. ഇതെന്തു പറ്റി? ബലൂണ് വീർത്ത പോലെ ഉണ്ടല്ലോ മഞ്ചേച്ചി. ആ, അതൊക്കെ ഉണ്ട്. അല്ല, നിന്റെ ഫ്രണ്ട് എവിടെ? അവള് കുളിക്കാൻ കയറിയിരിക്കുക. മായേ, നീ എവിടെയാ? മധു വെച്ച് വിളിക്കുന്നുണ്ട്, ഞാൻ ഇപ്പം വരാം. എൻ്റെ നിധി, ഒന്ന് അടങ്ങടി. വാ, നമുക്ക് താഴേക്ക് പോവാം. ഞാനില്ല, നീ പൊക്കോ. പറ്റില്ല, എൻ്റെ കൂടെ നീ വന്നേ പറ്റോ. വന്നേ ഇങ്ങോട്ട്. എന്താ ചേച്ചി എന്തിനെ വിളിച്ചേ? അത് കൊള്ളാം. ഹോസ്പിറ്റലിൽ പോണ്ടേ? ആ, പോവാം. നന്ദു കുളിക്കാം, അവളുടെ കുളി കഴിയട്ടെ. അവളും ഉണ്ടോ? നമുക്ക് വേഗം പോയിട്ട് പോന്നാ പോരെ? അതല്ല മധു ചേച്ചി, അന്ന് ആ ഡോക്ടറെ കാണുമ്പോൾ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും അയാളെ കാണണമെന്ന് പറഞ്ഞു. ശരി, അവളെ വിളിച്ചിട്ട് വാ. ഞാൻ അമ്മയും അച്ഛനെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കട്ടെ. അങ്കിളിന് എന്തായിരുന്നു ജോലി? ഞാൻ പട്ടാളത്തിലായിരുന്നു. 3 വർഷമായിട്ടേ ഉള്ളൂ റിട്ടയർഡായിട്ട്. ഓ, അത് ശരി. അച്ഛാ. ആ, എന്താ മോളെ? അത് ഞാനും മായയും കൂടി നന്ദുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. നന്ദുവിനെയും കൊണ്ടോ? ആ കുട്ടിക്ക് എന്തു പറ്റി? അവൾക്ക് വയറുവേദന. ആണോ? എന്നാ വേഗം പോയിട്ട് വാ. വേണമെങ്കിൽ കാർ എടുത്തോ. ആ, കാർ എടുക്കുന്നുണ്ട്. എവിടെ പോകുന്ന കാര്യം പറയുന്ന അവള്? ഹോസ്പിറ്റലില്. നന്ദു മോൾക്ക് എന്തോ വയറുവേദനയാണെന്ന്. ആഹാ, അവര് വന്നോ? ഞാൻ കണ്ടില്ല. ഇപ്പൊ വന്നേ ഉള്ളൂ, അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. മായേ, നന്ദു വേഗം വാ, ഞാൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ആ, ഇതാ വരുന്നു. ആ, പിന്നെ നന്ദു, നീ വയറുവേദന കുറച്ച് അഭിനയിക്കണേ. വയറുവേദനയോ? എനിക്ക് വയറുവേദനയൊന്നുമില്ല. ഇല്ല മോളെ, ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ അഭിനയിച്ചാൽ മതി. ഞാൻ താഴത്ത് ചെന്ന് അവരോട് നിനക്ക് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോണേന്നാ പറഞ്ഞിരിക്കുന്നേ. ഓ, എൻ്റെ ചേച്ചിക്ക് ആ നേരത്തെ എന്താ തോന്നിയേ? എനിക്കാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാച്ചുറലായിട്ട് അഭിനയിച്ചേനെ. ഇത് ഇവളല്ലേ പറഞ്ഞേ. അതെന്താ അവൾക്ക് കുഴപ്പം? അവൾ നന്നായിട്ട് അഭിനയിക്കും. പിന്നെന്താ, അഭിനയിച്ച് മെഴുകും. പോടി അവിടുന്ന്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 1st, 2nd ഒക്കെ കിട്ടാറുണ്ട്. ഞാൻ അഭിനയിക്കാം ചേച്ചി. ആ, അത് മതി. വാ, നമുക്ക് താഴേക്ക് പോവാം. അമ്മേ, എൻ്റെ വയറിപ്പ പൊട്ടേ. ഇവിടുന്ന് അഭിനയിക്കണ്ട, ഇവിടെ ആരും കാണാനില്ല. താഴത്തേക്ക് വാ, ഇവിടുന്ന് അഭിനയിച്ചാൽ മതി. ആ, അത് ശരിയാണല്ലേ. എന്നാ വാ, താഴത്തേക്ക് പോ. ഓ, ഇത് കൊളാക്കൂടി. ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. എന്നെ പറഞ്ഞ പോരായിരുന്നില്ലേ? അല്ല, അങ്കിളിൻ്റെ പെങ്ങടെ മോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ കുട്ടിയെ. എപ്പോഴും ഒന്നും വരില്ലല്ലോ. അപ്പോൾ മഞ്ജുവിനെ കണ്ടാൽ പിന്നെ അവൾക്ക് മഞ്ജുവിനെ മതി. അവർ 2 പേരും എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. നീ ഒന്ന് ഇങ്ങോട്ട് വാടി, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിരിക്കാം. എൻ്റെ മഞ്ജു, നീ ഒന്ന് വെറുതെ ഇരി. കാശിയേട്ടനും നിരഞ്ജേട്ടനും ഇവരെന്താ ഇവിടെ? ഹായ് നിധി, താനായിരുന്നോ? ഇതാണ് എൻ്റെ പെങ്ങടെ മോള്. മോൻ അറിയോ നിധിയെ? ആ, എനിക്ക് നിധിയെ. ആ, ഞാനും കാശിയേട്ടൻ എറണാകുളത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. എറണാകുളത്തോ? ട്രെയിനിലല്ലേ? ഒന്നും മിണ്ടാതിരിയടോ. ഇപ്പം എറണാകുളത്തുനിന്ന് പറഞ്ഞാൽ മതി. ആ, മതിയെങ്കിൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. 2 കൂടി എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും അല്ല, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഒന്നും മിണ്ടാതിരിക്കെ. നീ ഇത്ര നേരത്തെ വന്നോ? ഇങ്ങോട്ട് വരാൻ വലിയ ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതെന്തു പറ്റി? എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. അയ്യോ ചേച്ചി, ഏട്ടൻ. അതിനെന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? നമ്മൾ ഹോസ്പിറ്റലിലേക്കാന്നല്ലേ പറഞ്ഞേക്കുന്നേ. അത് ശരിയാ, എന്നാലും ഒരെന്നാലുമില്ല. നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നേ. ഇവളിത് കൊളാക്കുന്ന തോന്നുന്നത്. എനിക്ക് സംശയം ഇല്ലാതില്ല. മഹായേ, ഒന്ന് വേഗം വാടി.
എനിക്ക് വയറ് വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യ. അയ്യോ മോളെ, സാരമില്ല, നിങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. ഇവൾക്ക് എന്തു പറ്റി? ഏട്ടാ, എനിക്ക് വയറ് വേദനയാ, സഹിക്കാൻ പറ്റുന്നില്ല. ഓ, ഇതെപ്പോ തുടങ്ങിയ വയറുവേദനയാ? രാവിലെ തുടങ്ങിയതാ. എന്നിട്ട് വരുമ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. അത് തനിക്ക് എങ്ങനെ അറിയാം? എൻ്റെ വയറ് എൻ്റെ അടുത്തല്ലേ ഉള്ളത്. വയറുവേദനയാണെങ്കിൽ ഇവളുടെ കച്ചറക്കൊരു കുറവുമില്ല. വേഗം പോവാൻ നോക്ക് ഹോസ്പിറ്റലിൽ. ആരൊക്കെയാ പോകുന്നേ? ഞാനും അതേച്ചിയാ. വേഗം പോയിട്ട് വാ, നമുക്കൊന്ന് കാണണം. ചേച്ചി പോവാം, ഇനി ഇവിടെ നിൽക്കണ്ട. ആ, അതാ നല്ലത്, വാ പോവാം. ആ പെണ്ണിന് കുറച്ച് അഭിനയം കൂടുതലാട്ടോ അച്ഛാ. പോടാ അവിടുന്ന്, അതൊരു പാവാ. ആ, പാവല്ല, പാവാട. എന്നോട് എപ്പോഴാ വന്നേന്ന് പോലും ചോദിച്ചില്ല, ദുഷ്ടൻ. നിധി, നീ എപ്പോഴാ വന്നേ? ഞാൻ കുറച്ചു നേരമായി മനേട്ടാ. ആ, എന്തായാലും നിങ്ങളൊക്കെ സംസാരിക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. പിന്നെ നിധി, നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ. ആ, ഇതാ വരുന്നു മനേട്ടാ. അവര് തമ്മിൽ കല്യാണം ഉറപ്പിച്ചത് എന്തെങ്കിലും ആണോ അങ്കിൾ? അതങ്ങനെയൊന്നും അല്ല മോനെ. അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൻ്റെ മനസ്സ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇഷ്ടമാണോ ഇഷ്ടക്കേടാണോ? ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ രണ്ട് വീട്ടുകാർക്കും സമ്മതമായിരിക്കും. പക്ഷെ അവൻ്റെ മനസ്സ് മനസ്സിലാവണ്ടേ? ചിലപ്പോൾ ഉള്ളിലുണ്ടാകും, അത് പറയാനൊരു മടിയായിരിക്കും. ഏയ്, അവൻ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങളോട് പറയും. അതിനൊരു മടി അവനില്ല. ഓ, എന്നാ ശരി അങ്കിൾ, ഞങ്ങൾ പോട്ടെ. പോവുകയാണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാടോ. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും സംസാരിച്ച് മനു ഇപ്പം വരും. അതല്ല അങ്കിൾ, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. എൻ്റെ മമ്മി ഇപ്പം വിളിക്കും. ഞാൻ രാവിലെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഓ ആണോ? എന്നാ ചെല്ലേ. എന്താ മനുവേട്ടാ? മനുവേട്ടൻ എന്തിനാ എന്നെ വിളിച്ചേ? പറഞ്ഞോ? എല്ലാവരോടും എല്ലാം പറഞ്ഞോ? എന്ത് പറഞ്ഞോന്ന്? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഞാനിവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നിന്നെ കളിയാക്കി ചിരിക്കും. അത് വേണോ നിനക്ക്? എന്നെ കളിയാക്കി ചിരിച്ച മനുവേട്ടൻ എന്താ? ഞാനതൊന്ന് സഹിക്കും. നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാനെന്ത് പറയാൻ? ഞാനൊന്നും പറഞ്ഞില്ല. ആ, എന്നാ നീ പോയിക്കോ, ഞാനൊന്ന് പോയി കുളിക്കട്ടെ. മനുവേട്ടൻ കുളിച്ചോ? ബാത്റൂമിലല്ലേ കുളിക്കുന്നേ? ഇവിടെ നിന്നിട്ടൊന്നും അല്ലല്ലോ. ഞാൻ ഇവിടെ നിന്നോളാം. അതൊന്നും വേണ്ട, പുറത്തു പോ, ഞാനൊന്ന് കുളിക്കട്ടെ. അതെന്താ, പോലീസിന് പേടിയാണോ? എനിക്കെന്ത് പേടി? എനിക്കൊരു പേടിയില്ല. ഞാൻ കുളിക്കാൻ പോയ നീ ഇവിടെ ഒറ്റക്ക് നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാ. ഓ പിന്നെ, ഇതെന്താ പ്രേതാലയല്ലേ? എന്താ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പോവാ. നീ മമ്മിക്ക് രാത്രിയല്ലേ വിളിക്കാറ്? ഈ നേരത്ത് വിളിക്കാറില്ലല്ലോ. എടാ പൊട്ടാ, മമ്മിക്ക് വിളിക്കാനൊന്നുമല്ല. ആ പെണ്ണിൻ്റെ അഭിനയം കണ്ടില്ലേ നീ? 3 എണ്ണത്തിൻ്റെയും പോക്ക് കണ്ടില്ലേ നീ? എന്തോ പ്ലാൻ ചെയ്തിട്ടാണ് ആ പോകുന്നത്. അവർക്കൊന്ന് വിളിച്ചു നോക്കാനാ. ആ, എനിക്കും അത് തോന്നി. അവളുടെ ഒരു ഊച്ചാളി അഭിനയം. അവൾ കേൾക്കണ്ട, നേരത്തെ പറഞ്ഞത് നീ കേട്ടല്ലോ. കാശി, നീ? ഞാനോ? അതോ? അപ്പൊ ഈ ഞാൻ ആരാടാ? ആരാ?